വെൽക്കം ടു അനൂസ് ലേണിംഗ് ഏരിയ. ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ അടുത്ത പോർഷനാണ് മോർ ടൈപ്പ് ഓഫ് ടൂറിസം. 4 ടൈപ്പ് ഓഫ് ടൂറിസം ഏതാണെന്ന് നമ്മൾ മെയിനായിട്ടുള്ള ഇത് കണ്ടു. അതിനുശേഷം വരുന്ന മോർ ടൈപ്പ് ഓഫ് ടൂറിസം എന്ന് പറയുന്ന പോർഷനാണ് എടുക്കുന്നത്. ഒന്നാമത്തേതാണ് ലെഷർ ടൂറിസം. നമ്മുടെ വിനോദസഞ്ചാരത്തിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ലെഷർ ടൂറിസം ഈസ് ഓൾസോ നോൺ ആസ് റിക്രിയേഷണൽ ടൂറിസം, റെഫേഴ്സ് ടു ട്രാവൽ ഫോർ റിലാക്സേഷൻ, എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എൻജോയ്മെൻറ്റ്, which frequently includes beach vacations, cruises, city breaks and amusement parks. നമ്മൾ വിനോദസഞ്ചാരത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളെയും എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ പോകുന്നത്, റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണോ, എൻജോയ്മെൻറ്റ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണോ, ഇതിനെ ബേസ് ചെയ്തിരിക്കും. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ബീച്ച് വെക്കേഷൻസ് ആയിരിക്കാം, ക്രൂയിസസ് ആയിരിക്കും. ക്രൂയിസസ്, ഡിന്നർ എന്നൊക്കെ നമ്മളിപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള വേർഡ്സാണ്. സിറ്റി ബ്രേക്സ് ആയിരിക്കാം, അമ്യൂസ്മെൻറ്റ് പാർക്കുകളായിരിക്കാം. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളെ ചൂസ് ചെയ്യുകയും അങ്ങനെ നടത്തുന്ന ടൂറിസത്തിനെയാണ് ലെഷർ ടൂറിസം എന്ന് പറയുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ആണ് മാൽദീവ്സ്, പാരീസ് ആൻഡ് ഡിസ്നി ലാൻഡ്. ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന് പുറത്താണ് എങ്കിൽ പോലും ആളുകൾ സെലക്ട് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പോൾ മാൽദീവ്സ് എന്ന് പറയുന്നത് ഒരു ബൂമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിനോദസഞ്ചാര മേഖലയിൽ. നമ്മുടെ രാജ്യത്തിനുള്ളിൽ നോക്കുകയാണെങ്കിൽ ഷിംല, ഡാർജിലിംഗ്, ഊട്ടി, നൈനിറ്റാൾ, മഹാബലേശ്വർ ആൻഡ് കുളു മണാലി ആർ ഹിൽ സ്റ്റേഷൻസ് ഇൻ ഇന്ത്യ. ഇവിടെ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം ലാൻഡ്സ്കേപ്സ് കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾ സെലക്ട് ചെയ്യുന്നതാണ്. ഇവിടുത്തെ വെതർ കണ്ടീഷൻസും ബെറ്ററാണ്. കൺട്രി ഓൾസോ ഹാവ് ബ്യൂട്ടിഫുൾ ബീച്ചസ് ഇൻ ഗോവ, കേരള, മഹാരാഷ്ട്ര, ചെന്നൈ ആൻഡ് ഒറീസ. വെസ്റ്റേൺ കോസ്റ്റ് സൈഡിലും ഈസ്റ്റേൺ കോസ്റ്റ് സൈഡിലും സൺറൈസും സൺസെറ്റൊക്കെ കാണാൻ കഴിയുന്ന തരത്തിലുള്ള ബീച്ചുകൾ പ്രൊവൈഡ് ചെയ്യുന്ന, മനോഹരമായ ബീച്ചുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ സംസ്ഥാനങ്ങളാണ് ഗോവ, കേരള, മഹാരാഷ്ട്ര, ചെന്നൈ, ഒറീസ. ഇവിടങ്ങളിലൊക്കെ നമുക്കറിയാം കേരളത്തിൽ തന്നെ കോവളം എന്ന് പറയുന്ന ബീച്ച്, ശംഖുമുഖം, കാപ്പാടൊക്കെ വളരെയധികം ചരിത്ര പ്രസിദ്ധി നേടിയിട്ടുള്ള ബീച്ചുകളാണ്. അതേപോലെ തന്നെ ഗോവ, ഈ സ്ഥലങ്ങളിലൊക്കെ ധാരാളമായിട്ട് വിനോദസഞ്ചാര മേഖലയിൽ ഏർപ്പെടുന്നവർക്ക് സാധ്യതകളേറെയുണ്ട്. ഇറ്റ് ബൂസ്റ്റ് ലോക്കൽ ഇക്കോണമീസ്, ക്രിയേറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൊമോട്ട് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്. ഇത് അവിടെയുള്ള ലോക്കൽ കമ്മ്യൂണിറ്റീനെ പ്രൊമോട്ട് ചെയ്യുകയും അതേപോലെ തന്നെ അവിടുത്തെ സാങ്കേതിക വിദ്യയിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്യും. അതായത് റോഡ് സൗകര്യം, ടെലിഫോൺ സൗകര്യം, ടെലിഗ്രാഫ് സൗകര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുകയും ആ ഒരു ഏരിയ മാറാനുള്ള സാധ്യതയും അവിടെയുള്ള ആളുകൾക്ക് ജോലി സാധ്യത ഉണ്ടാവുകയും ചെയ്യും. Critics argue that leisure tourism, on the other hand, can result in environmental degradation, loss of local culture and higher living expenses. ഈ വിനോദസഞ്ചാര മേഖലയെ എതിർക്കുന്നവർ പറയുന്നത്, അതായത് ഈ വിനോദസഞ്ചാര മേഖലയുമായിട്ട് ചെറിയ തോതിലെങ്കിലും ഒരു നെഗറ്റീവ് പറയുന്ന ആളുകൾ കണ്ടെത്തുന്നത്, ഇത് പ്രകൃതിയെ ഡിഗ്രേഡ് ചെയ്യും, നശിപ്പിച്ചു കളയും, സ്വാഭാവിക പരിസ്ഥിതിയെ നശിപ്പിക്കും, അവിടുത്തെ സംസ്കാരത്തെ ബാധിക്കും, അതേപോലെ തന്നെ ആ ഏരിയയിലെ ജീവിത നിലവാരം ഉയരും, അത് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയെ വളരെയധികം ബുദ്ധിമുട്ടിക്കും എന്നുള്ള രീതിയിലാണ് കണ്ടുവരുന്നത്. അടുത്തതാണ് കൾച്ചറൽ ടൂറിസം. Cultural tourism is a type of tourism that focuses on a country's or region's culture, such as its lifestyle, history, art, architecture, religion, and other aspects. കൾച്ചറൽ ടൂറിസം എന്നതൊരു രാജ്യത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ സംസ്കാരം, അല്ലെങ്കിൽ അവിടുത്തെ ജീവിതശൈലി, ചരിത്രം, കല, മതം, വാസ്തുവിദ്യ എന്നീ വശങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു ടൂറിസത്തെയാണ് കൾച്ചറൽ ടൂറിസം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. It encompasses urban tourism, particularly in historic sites with cultural facilities such as museum and theatres, as well as rural tourism that highlight indigenous cultural traditions. ഈ കൾച്ചറൽ ടൂറിസം എന്ന് പറയുമ്പോൾ അതിനെ അർബൻ ടൂറിസമായിട്ടും റൂറൽ ടൂറിസമായിട്ടും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നഗര വിനോദസഞ്ചാരത്തിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മ്യൂസിയങ്ങൾ, തിയേറ്ററുകൾ, സാംസ്കാരിക പ്രാധാന്യമുള്ള ചരിത്ര നഗരങ്ങൾ, ഇവയൊക്കെ അവയുടെ പാരമ്പര്യം, അവയുടെ മൂല്യങ്ങളൊക്കെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉയർത്തിക്കാട്ടുന്നതാണ് നഗര ടൂറിസമെങ്കിൽ. ഗ്രാമീണ ടൂറിസത്തിൽ വരുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ തദ്ദേശീയമായിട്ടുള്ള സാംസ്കാരിക പാരമ്പര്യത്തെയും അവിടുത്തെ മൂല്യങ്ങളെയും ജീവിത രീതികളെയൊക്കെ ഉയർത്തിക്കാട്ടുന്ന ഒന്നാണ് ഗ്രാമീണ ടൂറിസം എന്ന് പറയുന്നത്.
ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് സ്പെഷ്യലൈസേഷൻ സച്ച് ആസ് ഇൻഡസ്ട്രിയൽ ആൻഡ് ക്രിയേറ്റീവ് ടൂറിസം. ഇവിടെ വരുന്ന ഒന്നാണ് വ്യാവസായിക സർഗാത്മക ടൂറിസം പോലെയുള്ള സ്പെഷ്യലൈസേഷനുകളും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രിയേറ്റീവ് ടൂറിസം. ക്രിയേറ്റീവ് ടൂറിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആ ഒരു പ്രദേശത്തെ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസിൽ പങ്കാളികളാകാൻ വേണ്ടി സാധിക്കും. എക്സാമ്പിളായിട്ട് പോട്ടറി, മൺകല നിർമ്മാണങ്ങൾ. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, മൺകല നിർമ്മാണത്തിൽ ഏർപ്പെടുന്ന വിനോദസഞ്ചാരികളെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പെയിൻറ്റിങ്, കുക്കിംഗ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എത്തപ്പെടുകയും അവിടെ എന്താണ് പ്രാധാന്യമുള്ളത് അതിൽ പങ്കാളികളാകുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ടൂറിസത്തിനെയാണ് ക്രിയേറ്റീവ് ടൂറിസം എന്നുള്ള പേരിൽ പറയുന്നത്. ഇന്ത്യ ബോസ്റ്റ് ന്യൂമറസ് അട്രാക്ഷൻസ് ഇൻക്ലൂഡിങ് ദ ആഗ്ര ഫോർട്ട്. ഇനി കുറച്ചങ്ങോട്ടേക്ക് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസസ് ആണ്. അതിൽ ഏതെങ്കിലും ഒരു 5-6 പഠിച്ചു വയ്ക്കണം. ആഗ്ര ഫോർട്ട്, അജന്ത കേവ്സ്, ബുദ്ധിസ്റ്റ് മോണ്യുമെൻറ്റ്സ്, സാഞ്ചി, ചാമ്പനീർ പാവഗഡ് ആർക്കിയോളജിക്കൽ പാർക്ക്, ഛത്രപതി ശിവജി ടെർമിനൽസ്, ചർച്ചസ്, എലഫണ്ട, അജന്ത, എല്ലോറ കേവ്സ്, ഫത്തേപൂർ സിക്രി, ചോള ടെമ്പിൾസ്, ഹംപി, മഹാബലിപുരം, ഹുമയൂൺസ് ടോംബ്, ഡൽഹി, ഖജുരാഹോ ടെമ്പിൾ, മഹാബോധി ടെമ്പിൾ, മൗണ്ടെയിൻ റെയിൽവേസ്, കുതബ് മിനാർ, റോക്ക് ഷെൽട്ടേഴ്സ് ഓഫ് ഭീംബെട്ക, സൺ ടെമ്പിൾ അറ്റ് കൊണാർക്ക് ആൻഡ് താജ്മഹൽ. നമുക്കറിയാം ഇന്ത്യയിൽ ഉടനീളമുള്ള സ്ഥലങ്ങളെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഇന്ത്യയിൽ ചരിത്ര പ്രാധാന്യവും സാംസ്കാരിക പ്രാധാന്യമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്ക് പോവുകയും ഇതിനെ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കൾച്ചറൽ ടൂറിസം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അടുത്തൊന്നാണ് റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസം, മതപരമായിട്ടുള്ള ടൂറിസം. നമുക്കറിയാം, നമ്മൾ വിശുദ്ധ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനെ നമുക്ക് സ്പിരിച്വൽ ടൂറിസത്തിൻ്റെയും റിലീജിയസ് ടൂറിസത്തിൻ്റെയും ഭാഗമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനൊരു എക്സാമ്പിളാണ് നമ്മൾ പോകുന്ന ഇപ്പോൾ കാശി രാമേശ്വരം, ഹജ്ജ് തീർത്ഥാടകർ ഉംറ ചെയ്യുന്നതും ഹജ്ജ് ചെയ്യുന്നത്, അതേപോലെ തന്നെ വേളാങ്കണ്ണി മാതാവിനെ കാണാൻ പോകുന്നത്, മലയാറ്റൂർ ചർച്ച് വിസിറ്റ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നതിന് നമുക്ക് സിഖ് മതസ്ഥർ പോകുന്നത്, ഇതിനെയൊക്കെ നമുക്ക് പിൽഗ്രിമേജ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ദർഗ വിസിറ്റ് ചെയ്യുന്നത്, അതിന് സിയാറത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. റിലീജിയസ് ടൂറിസം റെഫേഴ്സ് ടു വിസിറ്റിംഗ് പ്ലേസസ് ഓഫ് റിലീജിയസ് സിഗ്നിഫിക്കൻസ് ഫോർ സ്പിരിച്വൽ പർപ്പസ് ടു പെർഫോം റിലീജിയസ് ഡ്യൂട്ടീസ്. മതപരമായിട്ടുള്ളതോ ആത്മീയത തേടിയിട്ടോ ഉള്ള ആവശ്യങ്ങൾക്കായിട്ട് ആളുകൾ സന്ദർശനം നടത്തുകയാണെങ്കിൽ, വിനോദസഞ്ചാരികൾ ഈ പറയുന്ന ഏരിയകളൊക്കെ സന്ദർശിക്കുകയാണെങ്കിൽ അതിനെ റിലീജിയസ് ടൂറിസം എന്നുള്ള പേരിൽ അറിയപ്പെടാം. അതേപോലെ തന്നെ ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും ഗോൾഡൻ ടെമ്പിള്, വാരണാസി, പ്രയാഗ്, രാമേശ്വർ, ജ്യോതിർലിംഗ, റാഞ്ചി, കുന്തിഗ്രാം, നലന്ദ, വൈഷ്ണോദേവി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ സ്പിരിച്വൽ ടൂറിസവും റിലീജിയസ് ടൂറിസവുമായി മാറിക്കഴിഞ്ഞു. അതേപോലെ തന്നെയാണ് റിലീജിയൻ ത്രൂ ആക്ടിവിറ്റീസ് ലൈക്ക് യോഗ, മെഡിറ്റേഷൻ. യോഗയ്ക്കൊക്കെ വളരെയധികം പ്രാധാന്യം കൂടി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യോഗയിൽ ഏർപ്പെടുന്നതും അതിന് വേണ്ടിയിട്ട് വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് റിലീജിയസ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അടുത്തൊന്നാണ് വൈൽഡ് ലൈഫ് ടൂറിസം. ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് ടൂറിസം പോളിസിയുടെ ഭാഗമായിട്ട് ഹണ്ടിങ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്, വേട്ടയാടൽ പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വിസിറ്റേഴ്സിന് ക്യാൻ ഓൺലി വ്യൂ വൈൽഡ് ആനിമൽസ് ഇൻ ദെയർ നാച്ചുറൽ ഹാബിറ്റാറ്റ്. വന്യമൃഗങ്ങൾ താമസിക്കുന്ന അല്ലെങ്കിൽ അവർ വിരാജിക്കുന്ന ഏരിയയിൽ നമുക്ക് പോകാനും അവയ്ക്ക് യാതൊരുവിധ ദോഷവും വരുത്താതെ, അവയെ ബുദ്ധിമുട്ടിക്കാതെ, അവയുടെ ജീവിത രീതി എങ്ങനെയാണെന്നും അവ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്നും എങ്ങനെയാണ് വേട്ടയാടപ്പെടുന്നതൊക്കെ കാണാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നതിനെയാണ് വൈൽഡ് ലൈഫ് ടൂറിസം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ വേട്ടയാടുന്നത് നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് പോയിട്ട് ഈ മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ കുറച്ച് എക്സാമ്പിൾസാണ് ലയൺസ്, ടൈഗേഴ്സ്, എലഫൻറ്റ്സ്, റൈനോസ്, പാണ്ടാസ്, ലെപ്പേർഡ്സ്, വൈൽഡ് ഡോഗ്സ്, ബിയേഴ്സ്, ഡീർസ്, പൈത്തോൺസ്, കിങ് കോബ്ര, മോണിറ്റർ ലിസാർഡ്സ്, ടർട്ടിൽസ്, മറൈൻ ക്രീച്ചേഴ്സ്. മറൈൻ ക്രീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, കടൽ ജീവികളാണ്. ഷാർക്ക്, ഡോൾഫിനൊക്കെ അതിൽ വരുന്നതാണ്. സീ സ്നേക്സ്, കടൽ പാമ്പുകൾ, ക്രോക്കഡൈൽസ്, മുതല. ഇതിനെയൊക്കെ നമ്മൾ കാണുകയും ഇവയെ നമ്മൾ കാണാൻ പോകുമ്പോൾ ഇവർ ഉറപ്പ് നൽകേണ്ടത് ഇതിനെ മനുഷ്യരായിട്ട് യാതൊരു രീതിയിലുള്ള
അല്ലെങ്കിൽ വിസിറ്റേഴ്സ് യാതൊരു രീതിയിലും അവയെ ബുദ്ധിമുട്ടിക്കുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഡ്യൂറിങ് വിൻ്റർ മൈഗ്രേഷൻസ് ബേർഡ് സ്പീഷീസ് സച്ച് ആസ് ഈഗിൾസ് ആൻഡ് ഹമ്മിങ് ബേർഡ് വിസിറ്റ് ഇന്ത്യ. വിൻ്റർ സീസൺ ആകുമ്പോഴത്തേനും ഹമ്മിങ് ബേർഡ്, ഈഗിൾസ് പോലെയുള്ള ബേർഡ്സ് നമ്മുടെ നാടുകളിലേക്ക്, ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരാറുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ ഹാസ് 112 നാഷണൽ പാർക്സ്. 112ഓളം നാഷണൽ പാർക്ക് ഇന്ത്യയിലുണ്ട്. നമ്മുടെ സർഫേസ് ഏരിയയിൽ 1.21% വൈൽഡ് ലൈഫ് സാങ്ച്വറീസിന് വേണ്ടിയിട്ട് കവർ ചെയ്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വൈൽഡ് ലൈഫ് ടൂറിസം എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ പോകുന്നതിനെ നമുക്ക് വൈൽഡ് ലൈഫ് ടൂറിസം എന്നുള്ള പേരിൽ പറയാം. അടുത്തൊന്നാണ് അഡ്വഞ്ചർ ടൂറിസം. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ടൂറിസം ദാറ്റ് കമ്പൈൻസ് റിസ്ക്, സ്പെഷ്യൽ സ്കിൽസ് ആൻഡ് ഫിസിക്കൽ എഫേർട്ട് ഇൻ എക്സ്പ്ലോറേഷൻ ഓർ ട്രാവൽ. ഇതൊരു അഡ്വഞ്ചർ ടൂറിസം എന്ന് പറഞ്ഞാൽ സാഹസിക ടൂറിസമാണ്. ഇതിന് റിസ്ക് ഉണ്ട്. ടൂറിസം നടത്തുന്നവർക്ക് സ്പെഷ്യൽ സ്കിൽസ് ഉണ്ടായിരിക്കണം. ശാരീരികമായിട്ടുള്ള നല്ല എഫേർട്ട് ഇടേണ്ടി വരും. ആ രീതിയിലായിരിക്കും അവർ ട്രാവൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇന്ത്യസ് ജോഗ്രഫിക്കൽ അഡ്വാൻറ്റേജ് സ്റ്റെംസ് ഫ്രം ഇറ്റ്സ് അബണ്ടൻറ്റ് നാച്ചുറൽ ആൻഡ് ഇക്കോ tourism resources, which include 70% of Himalayas, 7,000 kilometers of coastline and 10th place ranking in total forest coverage. ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 70% ഓഫ് ഹിമാലയൻ റീജിയൻ ഇന്ത്യയിലാണ് ഉള്ളത്. 7,000 കിലോമീറ്റേഴ്സ് കോസ്റ്റ് ലൈൻ ഇന്ത്യക്കുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലെ 3 ഭാഗവും കടലിനാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതേപോലെ തന്നെ ഫോറസ്റ്റ് ഏരിയയിൽ ലോകരാഷ്ട്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ 10ാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. ഇതിവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനന്തമായ സാധ്യതകൾ, ഈ സാഹസിക ടൂറിസത്തിനാണെങ്കിലും അനന്തമായ സാധ്യതകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നാണ് പറയുന്നത്. അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ശാരീരികമായിട്ടുള്ള കായികക്ഷമത കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒന്നാണ് ഈ സാഹസിക ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 2 രീതിയിൽ നമുക്ക് ഈ സാഹസിക ടൂറിസത്തിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഹാർഡാണ്, ഒന്ന് സോഫ്റ്റാണ്. ഹാർഡ് അഡ്വഞ്ചറസ് ടൂറിസം ഉണ്ട്, സോഫ്റ്റ് അഡ്വഞ്ചറസ് ടൂറിസം ഉണ്ട്. ഹാർഡ് അഡ്വഞ്ചറസ് ടൂറിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിക്വയർ എക്സ്പെർട്ടൈസ്, സ്കിൽസ്, ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്. ഈ ഒരു അഡ്വഞ്ചർ നടത്തുന്ന സമയത്ത് ഹൈ റിസ്ക്കാണിത്. അതേപോലെ തന്നെ ഇതിന് നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ നമുക്ക് പരിശീലനം തന്നിരിക്കണം. ആ ഒരു ടൂറിസം നടത്താനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ട്രെയിനിങ് നമുക്ക് കിട്ടണം, എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കണം. ഇതിലൂടെ മാത്രമേ ഹാർഡ് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം മൗണ്ടനീറിങ് എന്ന് പറയുമ്പോൾ ഹിമാലയ പർവ്വതം കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്, ക്ലൈംബ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പരിശീലനം ആവശ്യമുണ്ട്. നമ്മൾ പെട്ടെന്നൊരു ദിവസം പോയിട്ട് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ അത് ഹൈലി റിസ്ക്കാണ്. അതിന് നമ്മൾ നമ്മുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യണം. അതിൽ വരുന്ന ഒന്നാണ് സ്കൈ ഡൈവിങ്. സ്കൈ ഡൈവിങ് ഒരു എക്സ്പെർട്ടൈസ് നമ്മുടെ